ആക്സിയം 4 ദൗത്യം വീണ്ടും മാറ്റിയതിലേക്കാണ് ആദ്യം പോകുന്നത്. റോക്കറ്റിലെ സാങ്കേതിക തകരാറാണ് ദൗത്യം നീട്ടിവെക്കാൻ കാരണമായത്. പുതുക്കിയ വിക്ഷേപണ തീയതി പിന്നീട് അറിയിക്കുമെന്ന് സ്പേസ് എക്സ് അറിയിച്ചു. 2ാം തവണയാണ് ദൗത്യം മാറ്റിവെക്കുന്നത്. 41 വർഷങ്ങൾക്ക് ശേഷം ഭാരതീയനായ ബഹിരാകാശ യാത്രികൻ ശുഭാൻശു ശുക്ല ഭാഗമാകുന്ന ദൗത്യമാണ് ആക്സിയം 4. ഐസൺ ജോസാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഐസൺ, വീണ്ടും മാറ്റിവെക്കുമ്പോൾ നമ്മൾ ഏറെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു ദൗത്യമാണ്. എന്താണ് ഇത്തവണത്തെ ഒരു സാങ്കേതിക തകരാർ? വീണ, തീർച്ചയായും 10-ാം തീയതി നടക്കേണ്ടിയിരുന്ന ദൗത്യം ഇന്നത്തേക്ക്, അതായത് 11-ലേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് രാവിലെ 6:15 കൂടിയാണ് അടുത്ത ഒരു നിർദ്ദേശം വരുന്നത്. അത് വെതർ കണ്ടീഷൻ്റെയും അതുപോലെ തന്നെ മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിക്ഷേപണം മാറ്റിവെച്ചു എന്ന ഒരു നിലപാടാണ് അറിയിച്ചത്. ആ നിലപാട് വളരെ കൃത്യമായി ഔദ്യോഗികമായി തന്നെ അറിയിപ്പായി വരികയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ നൽകാനാവുന്ന വിവരം. ഏറ്റവും സുപ്രധാനമായ ഘടകം, അതായത് ഈ ISRO അറിയിക്കുന്നതനുസരിച്ച് ലിക്വിഡ് ഓക്സിജൻ കണ്ടെയ്നറുണ്ട്. അതായത് ഈ പ്രൊപ്പൽഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ലിക്വിഡ് ഓക്സിജൻ കണ്ടെയ്നറിൻ്റെ ഭാഗത്തുണ്ടായ ഒരു ലീക്ക് ഇന്നലെ തന്നെ സ്ഥിരീകരിക്കുകയും അത് സംബന്ധിച്ച് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിരുന്നു. അത് സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങളും മറ്റ് തുടർ നടപടികളും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് കൃത്യമായും അത് സുരക്ഷിതമായും നിലനിർത്തുന്നതിനെ, അല്ലെങ്കിൽ അത് സേഫായി അത് കൈകാര്യം ചെയ്യുന്നതിനുള്ള സാങ്കേതിക തികവെത്തിയിട്ടില്ല എന്നൊരു സാഹചര്യത്തിൻ്റെ ഭാഗമായാണ് ഈ ലോഞ്ച് മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്ന് നടക്കേണ്ട ലോഞ്ച് നീട്ടിവെച്ചു എന്നാണ് ഔദ്യോഗികമായ അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അത് സ്പേസ് എക്സും അതുപോലെ തന്നെ ISROയും ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിൻ്റെ 2ാമത്തെ ഗഗനചാരിയായ ശുഭാൻശു ശുക്ല യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഈ മിഷനാണ് ഇപ്പോൾ നീട്ടിവെച്ചിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, 41 വർഷത്തിന് ശേഷം ഏറെ പ്രതീക്ഷയോടെ ഭാരതം കാത്തിരുന്ന ഒരു വിക്ഷേപണമാണിത്. ഈ വിക്ഷേപണം അടുത്ത ദിവസം, അതായത് നാളെ നടക്കുമെന്ന ചില സൂചനകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. ഇതിന് ഔദ്യോഗികമായ സ്ഥിരീകരണം ISROയുടെയോ അല്ലെങ്കിൽ സ്പേസ് എക്സിൻ്റെയോ ഭാഗത്തു നിന്ന് വരേണ്ടതുണ്ട്. അല്പസമയത്തിനകം അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം നമുക്ക് ലഭ്യമാക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത വിക്ഷേപണ തീയതി സംബന്ധിച്ച് ഏകദേശം ഒരു രൂപം വൈകാതെ തന്നെ ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 41 വർഷത്തിന് ശേഷം ഏറെ പ്രതീക്ഷയോടെ ഇത്തവണത്തെ ഈ ലോഞ്ചിൽ, അല്ലെങ്കിൽ ഇന്ന് 2025 ഒരു ഭാരതീയനായ ഗഗനചാരി സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിന് വേറെ ചില മാനങ്ങൾ, നിരവധിയായ മാനങ്ങളുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഭാരതീയ സ്പേസ് സ്റ്റേഷൻ, അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ സ്പേസ് സ്റ്റേഷൻ, സ്വന്തമായ സ്പേസ് സ്റ്റേഷൻ, അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ സ്വന്തമായ വാഹനത്തിലുള്ള ബഹിരാകാശ യാത്ര, അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ പരീക്ഷണഘട്ടങ്ങൾ ഏതാണ്ട് മുഴുവനായും തന്നെ വിജയിച്ചിരിക്കുന്നൊരു സാഹചര്യത്തിൽ ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കുക, റോക്കറ്റുകളുടെ നിർമ്മാണത്തിൻ്റെ ഇൻറ്റഗ്രേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പോലും പല ഘട്ടങ്ങളിലും ആരംഭിച്ചിരിക്കുന്ന ഒരു ഇനീഷ്യൽ സ്റ്റേജ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ റോക്കറ്റ് ഇൻറ്റഗ്രേഷനിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഭാരതത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് ഭാരതീയ ഗഗനചാരിയുടെ 41 വർഷത്തിന് ശേഷമുള്ള ബഹിരാകാശ യാത്ര പ്രതീക്ഷയോടെ ഭാരതീയർ കാത്തിരുന്നത്. നേരത്തെ നമുക്കറിയാം, രാകേഷ് ശർമ്മയുടെ യാത്രയ്ക്ക് ശേഷം 41 വർഷത്തിന് ശേഷമാണ് ഈ യാത്ര പ്ലാൻ ചെയ്യുന്നത്. ഇത് പലതരം അനുഭവങ്ങളുടെ ഒരു പരിശോധന കൂടിയാണ്. അതായത് ഭാരതത്തിൻ്റെ ബഹിരാകാശ യാത്രികർക്കുള്ള പരിശീലനത്തിൻ്റെ ഒരു വാലിഡേഷൻ കൂടിയാണ്, അല്ലെങ്കിൽ അവരുടെ കാര്യക്ഷമത, അത്തരത്തിലുള്ള പല വിവരങ്ങൾക്കും ഒരു ഉറപ്പ് നൽകുന്ന ഒരു ഗഗന യാത്ര കൂടിയായിരുന്നു ഇത് തീർച്ചയായും നീട്ടിവെച്ചിരിക്കുന്നു. ഒന്നോ രണ്ടോ ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. അത്തരത്തിൽ നീട്ടിവെച്ചിട്ടുള്ളത് നടപ്പാകുമ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാകുമെങ്കിൽ കൂടി 2ാമത്തെ തവണയും ഇത് മാറ്റിവെച്ചു എന്നുള്ളതാണ് ഇന്ന് നൽകാനാകുന്ന ഏറ്റവും പുതിയ വാർത്ത. ഓക്കെ, ശരി ഐസൺ.